ഇത് പിന്നെ ഈ ന്യൂസ് വന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇയാളെ പേര് പറയുന്നത്, എന്താ ഇയാളെ പേര് ബാദുഷയാണ് ആള്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ എനിക്ക് തീരെ സിനിമ ഇല്ലാതാവുമായിരിക്കും. ഓക്കെ കുഴപ്പമില്ല, ഞാൻ പ്രോഗ്രാമൊക്കെ ആയിട്ട് ജീവിച്ചു പോയിക്കോളാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത നമ്മൾ അങ്ങോട്ടൊരു ഇത് ഹെൽപ്പ് ചെയ്തിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഇങ്ങനൊരു ഇത് വരിക എന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് മാത്രമൊന്നുമല്ല, കുറേ ആൾക്കാരുണ്ട്, പല ആൾക്കാരും തുറന്നു പറയില്ല എന്നുള്ളൂ. കൊച്ചിയിൽ നിന്ന് ചന്ദ്ര സ്വസ്തി ചേരുന്നുണ്ട്. ചന്ദ്ര, കുറച്ച് കാലം മുമ്പ് വരെ എല്ലാ സിനിമയിലും കണ്ടിരുന്ന ഒരു മുഖം, സെറ്റുകളിൽ നിന്ന് സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരുന്ന അത്രയും തിരക്ക് പിടിച്ച ഒരു കലാകാരൻ, അദ്ദേഹത്തെ പെട്ടെന്ന് കാണാതാവുന്നു, അപ്രത്യക്ഷമാവുന്നു. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തികമായിട്ടും വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഹരീഷ് ആ ചതിയുടെ കഥ പറയുന്നത്? ARM എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്താണ് ഇദ്ദേഹത്തിന് 40 ദിവസത്തോളം ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു സിനിമയിൽ. പക്ഷേ ആ ഇടയ്ക്കാണ് തന്റെ വീട് പണിയുമായി സംബന്ധിച്ച് 20 ലക്ഷം രൂപ കൊടുത്ത കടം തിരിച്ചു വാങ്ങുന്ന അവസരത്തിലേക്ക് എത്തിയത്. ആ സമയത്ത് പണം തിരികെ നൽകാനാവില്ല എന്നാണ് ബാദുഷ ഇദ്ദേഹത്തെ അറിയിക്കുന്നത്. തുടർന്ന് അന്നത്തെ അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന ഇടവേള ബാബുവിനെ അടക്കം വിളിച്ച് പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്തരം പല ആളുകളും ഇത്തരം പരാതിയുമായി ഇതേ ആളെക്കുറിച്ചുള്ള പരാതിയുമായി എത്തുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ മറ്റു നടപടികൾ സ്വീകരിച്ചതായി ഒന്നും ഹരീഷ് കണാരൻ വെളിപ്പെടുത്തുന്നില്ല. അതേസമയം സിനിമാ രംഗത്ത് പലതരത്തിലുള്ള ആളുകൾക്ക്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള വഞ്ചന നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഹരീഷ് കണാരൻ വെളിപ്പെടുത്തുന്നുണ്ട്. ARM എന്ന സിനിമയിലെ 40 ദിവസത്തോളം നീണ്ട ഡേറ്റാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. പ്രധാന മുഖ്യ റോളായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം സാമ്പത്തികമായി വലിയ നേട്ടം കൊയ്ത ചിത്രം കൂടിയായിരുന്നു ARM. കഴിഞ്ഞ സംസ്ഥാന അവാർഡിലും നിരവധി അവാർഡുകൾക്ക് പരിഗണിക്കപ്പെട്ട അവാർഡുകൾ നേടിയ ചിത്രമായിരുന്നു ARM. സുപ്രധാനമായിട്ടുള്ള ഒരു ചിത്രത്തിൽ നിന്നും യാതൊരു കാരണവും വ്യക്തമാക്കാതെ തന്നെയാണ് ഇദ്ദേഹത്തെ നീക്കം ചെയ്യുന്നത്. ഇതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം പോലും ആൾക്ക് നൽകിയിട്ടില്ല. സംവിധായകനെയും നടനെയും അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹം, അതായത് ഹരീഷ് കണാരൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുകയോ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് ധരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ വിവരങ്ങളൊന്നും ഹരീഷ് കണാരൻ അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ. സിനിമാ രംഗത്ത് ഇത് സ്ഥിരമായി നടക്കുന്നതാണോ എന്ന ചോദ്യത്തിന് വളരെ മറ്റു പലർക്കും ഇത്തരം സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. പക്ഷെ എപ്പോഴാണ്, ഏത് ഘട്ടത്തിലാണ് ഇത് ചതിയാണെന്ന് മനസ്സിലാകുന്നത്? മാത്രമല്ല കൂടുതൽ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ട്. നിയമപരമായിട്ട് എങ്ങനെ നീങ്ങണം എന്നാണ് ഹരീഷ് ആലോചിക്കുന്നത്? അതേക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹം പറയുന്നത് ഒരു വലിയ പ്രൊജക്ടുകളിൽ നിന്നും നീക്കം ചെയ്തപ്പോഴും ഒരുപക്ഷെ കരിയറിലെ താഴ്ച സംഭവിക്കുന്ന സമയമായിരിക്കാം എന്നുള്ള ധാരണയിലിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ടൊവിനോയെ കണ്ടുമുട്ടിയ സമയത്ത്, അതായത് ഒരു അവാർഡ് ഫംഗ്ഷനിൽ ടൊവിനോയെ കണ്ടപ്പോൾ ടൊവിനോയാണ് വെളിപ്പെടുത്തുന്നത് ചേട്ടനില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ക്യാരക്ടറിൽ നിന്നും മാറ്റിയത് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് ടൊവിനോ ആയിരുന്നു. അപ്പോഴാണ് വഞ്ചനയെക്കുറിച്ച് പോലും ഇദ്ദേഹം തിരിച്ചറിയുന്നത്. അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയതായി മുൻപൊരു അഭിമുഖത്തിൽ ഹരീഷ് കണാരൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.